ഇക്ക അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അനക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ സൂണ. പോയിട്ട് വളരെ അത്യാവശ്യമുണ്ട്. വേൾഡ് ബാങ്കിൽ ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. പിന്നെ എന്റെ പേരിൽ 2 പുതിയ TV ചാനലുകൾ തുടങ്ങി വെക്കണം. ഒന്ന് സുഗുണ TV, 2 സുഗുണ ന്യൂസ് ചാനൽ. എങ്ങനെയുണ്ട് ഐഡിയ? ഞാനും സുഗുണേട്ടന്റെ കൂടെ പോവാ. അതേതായാലും നന്നായി മക്കളെ. ഇവിടെ കിടന്ന് തേരാപാല നടക്കുന്നതിലും മെച്ചാണല്ലോ. എന്ത് ജോലിക്കാ? ഇവന് ഇഷ്ടമുള്ള ജോലി ചെയ്യട്ടെ. വേണമെങ്കിൽ ഇവനെ ഒരു സിനിമ നടനാക്കി ഞാൻ മാറ്റും. അതിനുള്ള ഫിഗർ ഉണ്ടല്ലോ. എന്താ? എന്തെങ്കിലും ആക്ക് മോനെ. അല്ല അനന്ത, അന്നെ പത്രോസ് നാടക കമ്പനിന്ന് ഇറക്കി വിട്ടു എന്ന് കേട്ടല്ലോ. ഇറക്കി വിട്ടതൊന്നുമല്ല, ഞാൻ അവിടുന്ന് പോന്നതാ. ആ പത്രോസ് എടുത്തിട്ട് തല്ലി. തല്ലിയോ? എന്നിട്ട് നീ എന്താ എന്നോട് ഇതുവരെ പറയാഞ്ഞേ? നാണക്കേടായി പോയി. എന്തായാലും ഇത് ചോദിച്ചിട്ട് എന്നെ ബാക്കി കാര്യം എന്താ ആലോചിക്കാ? ഞമ്മള് കൊറേ കാലം അവന്റെ നാടക കമ്പനി അടിച്ചു കൊടുക്കാന്ന് വിചാരിക്കാ. വരുന്നടാ പ്രാണപ്രേയസി, നീ എന്റെ മസിലെ മനസ്സിൽ കുടിയേറി മാറി നിൽക്കണേ അങ്ങോട്ട്. ഓക്കർത്തരം കാണിക്കരുത്. അനുവാദം കൂടാതെ തന്നോട് ആര് പറഞ്ഞു? സ്റ്റോപ്പ്. താൻ ഇവനെ തല്ലുവല്ലേ? അതല്ലും തല്ലു തല്ലും. എടാ നമുക്ക് ഇനി പള്ളിപ്പറമ്പിലോ അമ്പലപ്പറമ്പിലോ ഇമ്മാരി കൂത്ത് കാട്ടിയ അന്നെ നമ്മൾ സ്റ്റേജിന്റെ മുകളിൽ കയറി അടിച്ച് മൂന്നാ പൊളിക്കും. ആനന്ദ, ഈ ചെറ്റിയോട് 4 വർത്തമാനം പറ. പറയാ 4 വർത്താനം. ഡോ ഷോപ്പട്ടി പത്രോസേ, തന്നെ ഞാൻ ആശാരെന്ന് വിളിച്ചതേ ബഹുമാനം കൊണ്ടല്ല, ഈ പ്രായം മാനിച്ച. ഇങ്ങോട്ട് മാറിയേ. ഈ ചക്കാലക്കൽ വളിച്ച സമിതിയിൽ നിന്ന് താൻ ഇവനെ പുറത്താക്കിയ ഇവൻ ജീവിക്കില്ലെന്ന് കരുതിയോ? താനാരാ? ഇതെന്റെ കോടീശ്വരനായ സുഗുണൻ ചേട്ടൻ. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവാ. ഇനി തനിക്കൊക്കെ ഇവനെ കാണണമെങ്കിൽ ബ്ലാക്കിൽ ടിക്കറ്റ് എടുത്ത് കാണേണ്ടി വരും. ഇവനെ കാണണമെങ്കിൽ ഞാൻ ബ്ലാക്ക് ടിക്കറ്റ് എടുത്ത് കാണണം. പറയുന്നോടാ. ഞാൻ പറയുന്നത് കേക്ക്. ഇനി ഞാൻ മേലെ നാടക സംവിധാനം ചെയ്യില്ല. വേറെ എവിടെയെങ്കിലും പോയി സീരിയൽ ജീവിച്ചോളാം. കാര്യങ്ങളുടെ സത്യസ്ഥിതി ഇപ്പോഴേ അറിയിച്ച് ആനന്ദന് ഷോക്ക് കൊടുക്കണ്ട. എന്താ ചേട്ടാ ആലോചിക്കുന്നത്? ഒന്നുമില്ല. 2 ദിവസത്തേക്ക് നമ്മൾ ഈ ഹോട്ടലിലാണ് താമസം. അല്ല, സ്വന്തം കോട്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്? അത് പിന്നെ ഞാൻ സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞ മന്ത്രിമാരും DGP ഒക്കെ വിളി തുടങ്ങും. ഓരോരോ കാര്യങ്ങൾ സാധിക്കാൻ ഒരു അജ്ഞാതവാസം. ഗ്രാമത്തിന്റെ ശാന്തതയിൽ നിന്നും ഒരു ചേഞ്ച് ആയിക്കോട്ടെ. നമുക്ക് അടിച്ചു പൊളിക്കാം. നീ റിസപ്ഷനിൽ ഇരുന്നാ മതി, ഞാൻ ഇപ്പൊ വരാം. എവിടെ പോകുന്നു? കുറച്ച് കാശ് കടം വാങ്ങാൻ. കടം വാങ്ങാനോ? അല്ല, കുറച്ച് പാർട്ടീസിന് ഞാൻ കടം കൊടുത്തത് തിരിച്ചു വാങ്ങാൻ. ഒരു 5 മിനിറ്റ് നീ റിസപ്ഷനിൽ ഇരിക്കാം. സുഗുണ, അതെ ഞങ്ങളുടെ ബാർ ലൈസൻസ് എന്തായി? ഓർഡർ കിട്ടിയില്ലേ? ഇല്ല. മിനിസ്റ്റർ ഒരാഴ്ച മുമ്പ് സൈൻ ചെയ്താണല്ലോ. മിനിസ്റ്ററെ കണ്ടിട്ടാ ഞങ്ങൾ വരുന്നത്. സുഗുണൻ എന്നൊരാളെ കുറിച്ച് അങ്ങനെ കേട്ടിട്ട് പോലും ഇല്ലാന്ന്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ മിനിസ്റ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറി ഇപ്പൊ തന്നെ വിളിക്കാം. ഹലോ ഹലോ. ഈ സ്റ്റൈലിന് ഞങ്ങളടുത്ത് വേണ്ട. കാര്യങ്ങളെല്ലാം നേരിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. അതെ, എനിക്ക് അല്പ തിരക്കുണ്ട്. അതിനുശേഷം നമ്മൾ കാര്യം പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞ അല്ല, ഇതില് അത് സോൾവ് ചെയ്യാം. എങ്ങോട്ട് കൊണ്ടുപോകണം? ചേട്ടാ, സുഗുണേട്ടാ, ആ പോയാളെ അറിയോ? പിന്നെ നമ്മുടെ അലയൻസ് കമ്പനി മുതലാളി സുഗുണൻ. പാവം, സുഗുണനെ ഒരേരോടെ കിട്ടി. കയ്യിൽ നിന്ന് എത്ര കാശ് പോയി? സുഗുണ, രമണി വന്നിട്ടുണ്ട്. രമണിയോ? ഏത് രമണി? അയ്യോ, ക്ലോസ് ഫ്രണ്ടിനെ എത്ര വേഗം മറന്നോ? പാവം, ഈ വീട് കണ്ടുപിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. പുറത്ത് നിർത്താൻ പറ്റുമോ? അതുകൊണ്ട് ഞങ്ങൾ വീടിന് താക്കോലും എടുത്തു. അത് നന്നായി. ഫ്രണ്ട് വളരെ സ്മാർട്ടാ, ഞങ്ങൾക്ക് ഇഷ്ടായി. ഈശ്വര, രമണി നല്ല സുന്ദരിയായിരിക്കണേ. ആളെ കാണുന്നില്ലല്ലോ. ബാത്റൂമിലായിരിക്കും. രമണി, നീയാണോ രമണി? അതെ, രമണി. ഞാൻ തന്നെ, രമണീന്ദ്രൻ. നീ എന്താ വിചാരിച്ചത് നല്ല ഉരുപ്പടിയായിരിക്കും? നിനക്കെന്താ ഇവിടെ കാര്യം? എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിന്നെ കാണാൻ. എന്നെ ബാറിൽ സർട്ടിഫിക്കറ്റ് നീ മുങ്ങിയതല്ലേ? നിന്റെ ഗോഡൌൺ കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. നിന്നെ പോലുള്ള നാറികൾ ഒരു നിമിഷം പോലും ഇതിനകത്ത് നിൽക്കാൻ പാടില്ല. ഇറങ്ങാ പുറത്ത്. അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് ഒരുമിച്ച് താമസിക്കാം. ഒന്നിച്ച് താമസിക്കാന്നോ? ആ. അതിനു മുമ്പ് നിന്നെ അടിച്ചിവിടുന്ന് പുറത്താക്കും. നീ എന്നെ അടിക്കും. ആ. നീ എന്നെ അടിക്കും. നീ എന്നെ അടിച്ചാലേ ആ നിമിഷം നിന്നെ ഞാൻ നീ അടിക്കോ? അടിക്കോടാ.
കൊല്ലുവടാ. ഇനി എന്നെ പിരിഞ്ഞു പോകാൻ ശ്രമിച്ചാൽ നിന്നെ ഞാൻ കൊല്ലുവടാ. ആ നിന്റെ സ്നേഹത്തിന്റെ വില അറിയാൻ ഞാൻ വൈകിപ്പോയടാ. വൈകിപ്പോയി. അവര് നോക്കുന്നുണ്ട്. കാര്യങ്ങളുടെ സത്യസ്ഥിതി കമ്മത്തിന്റെ വീട്ടുകാർ അറിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഇവിടുന്ന് ഔട്ടാ. അയ്യേ ഇതെന്താ ഇങ്ങനെ? രമണി രമണി സുഗുണാ, തെറ്റ് പറ്റിപ്പോയടാ. നീ സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ പര്യായമാണടാ. അവര് കൊറേ കാലമായിട്ട് കണ്ടതിന് സന്തോഷം പ്രകടിപ്പിച്ചതാ. നീ വാ. അവര് പോയി. പോയോ? ഇറങ്ങണ പുറത്ത്. എന്തിനാ? ദേ, എന്നെ ഇവിടെ താമസിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ സകല വിവരങ്ങൾ ഞാൻ കമ്പത്തിനോട് പറയും. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഇതോട് നിന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തവനാണ് ഞാനെന്ന് നീ കരുതിയോ? അങ്ങനെ വഴിക്ക് വാ. വാ. വിവരക്കേടൊക്കെ കാണിക്കാതിരുന്നാൽ നിനക്കിവിടെ ഫൂളായിട്ട് അല്ല കൂളായിട്ട് കഴിയാം. ആ, ദേ, അത് തന്നെ എനിക്ക് അങ്ങോട്ട് പറയാനുള്ളത്. നീ കാപ്പ് കുടിച്ചോ? ഇല്ല. ഞാനിട്ട് തരാം. വാ. സുഗുണ, നമ്മൾ നിന്റെ കാല് പിടിക്ക. നീ മുഴുവൻ കാശും നമുക്ക് തരണ്ട. കുറച്ച് കാശെങ്കിലും തന്നാൽ തൽക്കാലം കോമളത്തിനടുത്തുനിന്ന് നമുക്ക് രക്ഷപ്പെടാം. കമ്മത്തെ അതിപ്പോ ഞാൻ വിചാരിച്ചാൽ ഓ സുഗുൺ, കുറച്ച് രൂപയെങ്കിലും ഇന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ തൈര് സാധം കട്ട് ചെയ്യുന്ന കോമളം പറഞ്ഞിരിക്കണേ. തൈര് സാധം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല സുഗുൺ. അത്രേ ഉള്ളോ? ഇതാണോ വലിയ കാര്യം? വെയിറ്റർ, കമ്മത്തിന് ഒരു തൈര് സാധനം സ്പെഷ്യൽ ആയിട്ട് എടുത്തോളൂ. വളരെ ഉപകാരം. അത് ശരിയാവില്ല. കാശ് കൊണ്ടുവന്നില്ലെങ്കിൽ കോമളം നമ്മളെ വീട്ടിൽ കേട്ടില്ല പണ്ടാറം. ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താ? അതിവിടെ വെച്ച് പറയാൻ പറ്റില്ല. നമുക്ക് പുറത്തു പോകാം. അപ്പോൾ ചായയുടെ കാശ്? ചായയുടെ കാശല്ലേ, അതൊക്കെ ഞാൻ കൊടുത്തോളാം. വാ. ദാ, ഇത് രമണിയുടെ കുറച്ച് ആഭരണങ്ങളാണ്. ഇത് കൊണ്ടുപോയി കമ്മത്ത് പണയം വെച്ചോളൂ. കിട്ടുന്നതിന്റെ 60% വേണ്ട, 50% എനിക്ക്, 50% കമ്മത്തിന്. ഓ തിരുമൽ ദേവാ, സുഗുൺ, നിന്നെ ദൈവം സഹായിക്കും. കോമളം, ദുഡ്ഡ് ചായവേ. കള്ളന്മാരുള്ളതാ, സൂക്ഷിച്ചോണേ. സുഗുണ, നിന്നെ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? രമണി എന്നോട് ക്ഷമിക്കണം. നിന്നോട് പറയാതെ ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ ബാക്കി വെച്ച ഇഡ്ഡലിയെടുത്ത് നീ കഴിച്ചതല്ലേ? സാരില്ല, അതിൽ പല്ലി വീണതുകൊണ്ടാ ഞാൻ മാറ്റി വെച്ചേ. പല്ലി വീണോ? ഓ, അതല്ല ഞാൻ പറയാൻ വന്നത്. നിന്റെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റിയ ആഭരണങ്ങൾ ഞാൻ കമ്മത്തിന് പണയം വെക്കാൻ കൊടുത്തു. ചതിച്ചോ? പാവം, വലിയ ബുദ്ധിമുട്ടില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വേണ്ടേ നമ്മൾ സഹായിക്കാൻ. ഇത് സഹായമല്ലടാ, ദ്രോഹമാണ്, ദ്രോഹം. മനസ്സിലായില്ല? പണയം വെക്കുമ്പോഴേ ആഭരണങ്ങൾ എന്തുമാത്രം വിലപ്പെട്ടതാന്ന് മനസ്സിലാവും. എടാ, അത് സാധാരണ പണ്ടമല്ലടാ പണ്ടാരമേ. നല്ല ഒന്നാം തരം മുക്ക് പണ്ടമാണ്, മുക്ക് പണ്ടം. നമുക്ക് വിടൂ, നമുക്ക് വിടൂ. ചായോ ഒരൊറ്റ ഇടി വെച്ചെന്നാലുണ്ടല്ലോ മുക്കുകൊണ്ടെന്ന് പറ്റിക്കാന്ന് വിചാരിച്ചോ? മുപ്പണ്ടമോ? പോലീസിലേക്ക് ഫോൺ ചെയ്യടാ. തിരുമൽ ദേവാ, നമ്മൾ നിരപരാധിയാണ് പണ്ടാരം. നമ്മുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന പയ്യന്മാരില്ലേ, അവർ നമുക്ക് തന്നതാണ് ഈ സ്വർണം. നിങ്ങൾ നമ്മൾക്ക് പോലീസിൽ പിടിപ്പിക്കരുത്, ബ്രഹ്മഹത്യ പാപം ഉണ്ടാകും. ആ പാപം ഞങ്ങളങ്ങ് സഹിച്ചോളാം. ഓർഡർ അവിടെ എനിക്ക് എന്തുമാത്രം ഹോൾഡ് ഉണ്ടെന്ന് സാറിന് അറിയാമോ? നോർത്ത് ഇന്ത്യയിൽ ഹോം കെയറിന്റെ ഏജൻസിയുടെ കാര്യം ഞാൻ ഏറ്റു. അത് ഞാൻ മാത്രം വിചാരിച്ചാ മതി സാറേ. സൂണ സാറേ, ഞങ്ങളുടെ ജോലിക്കാരി എന്തായി? ആരും വിഷമിക്കണ്ട, ഞാൻ മിനിസ്റ്ററെ വിളിച്ച് ഇപ്പൊ തന്നെ. ഒന്നും പറയണ്ട, രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. എനിക്ക് അല്പ തിരക്കുണ്ട്, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചിട്ട് നീ ഇതെവിടെയായിരുന്നു? അത് തന്നെ എനിക്കും അറിയേണ്ടത്. ആകെ ഉണ്ടായിരുന്ന ഒരു പണി കളഞ്ഞു. കയ്യിലെ കാശ് സർട്ടിഫിക്കറ്റും എല്ലാം പോയി. ഇനി നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഗ്രാമത്തിൽ നിന്നും സിറ്റിയിലേക്ക് ജോലി അന്വേഷിച്ച് വരുന്ന എല്ലാവർക്കും ഇതേപോലുള്ള 100 നഷ്ടങ്ങളുടെ കഥ പറയാനുണ്ട്. പട്ടിണി കിടന്നതിന്റെയും പൈപ്പ് വെള്ളം കുടിച്ചതിന്റെയും. എന്റെ അവസ്ഥ രമണിയേട്ടൻ അറിയോ? കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ചേച്ചി, വാശിയുടെ പേരിൽ ഉള്ള സ്ഥലങ്ങൾ ഓരോന്നായി വിറ്റ് കേസും കോടതിയുമായി കഴിയുന്ന അച്ഛൻ. എന്റെ കഥ കൂടി പറഞ്ഞാൽ ഒരു മെഗാ സീരിയലിനുള്ള വകുപ്പുണ്ടാക്കാം. മോനെ ആനന്ദ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ ഇനിയും വെട്ടിപ്പിടിക്കാനുള്ള സാമ്രാജ്യത്തെ കുറിച്ച് സ്വപ്നം കണ്ടു കഴിയാം. എന്താ? സുഖമായാലും ദുഃഖമായാലും നമുക്ക് ഒരുമിച്ച് പങ്കിടാം. നിങ്ങൾ കൈ കൊടുത്തേ. കൈ കൊടുക്ക്, കൊടുക്കടാ കൈ. ഒന്ന് ചിരിക്കടാ, ചിരിക്കടോ, ചിരിക്ക്. ആ ആ
ചോദിക്കാൻ വന്നിരിക്കുകയാണ്. ഇറങ്ങി വാടാ. ആരാ? നിന്റെ അപ്പൻ. ഇവൻ ആരാണ്? പോയി വിളിച്ചോണ്ട് വാടാ. പോടാ. അരേ കർത്തണോ, നമ്മൾക്ക് ചതിക്കാന്ന് കരുതിയല്ലേ? നമ്മുടെ മാനം മര്യാദ ഒക്കെ പോയി. നിങ്ങളൊക്കെ കമ്മടി ഇറങ്ങണം. ഒരു അബദ്ധം പറ്റിയതാ. ആഭരണം എന്റേതല്ല, ദേവന്റെയാ. എടാ താടി വെച്ച നാറി, അത് മുക്കുപണ്ടമാണെന്ന് നീ നമ്മളോട് പറയണ്ടേ? നീ ഒന്നും പറയണ്ടേ, ഇറങ്ങിപ്പോക്കോ. ചതിക്കരുത്, പണം എത്ര വേണേ തരാം. ഇവൻ ആരാണെന്ന് അറിയോ? ഇവനാറ് തിരുമൽ ദേവനോ? 6000 എന്താ? അയ്യോ, ഇവന്റെ അച്ഛൻ അമേരിക്കയിലാ, അമ്മയും അവിടെയാ. ഒറ്റ മോന. മാസാമാസം പണം ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. ഞാൻ ഇപ്പൊ വരാമേ. ഞാനും സത്യമാണോടോ? സത്യമാണ്. നീ പറയണ്ട, ഇവൻ പറയട്ടെ. ആണോ? സത്യമാണ്. നിന്റെ പേരെന്താ? ആനന്ദ ക്ഷേണായി. ഏ? അപ്പോൾ നമ്മുടെ ആളാണ് ഇത്തിമകരി വിശേഷ്. അത് ഇവന് നീ മിണ്ടരുത് പണ്ടാറം. സുഗുണന്റെ സുഗന്റെ പരിചയത്തിലുള്ളതാ. സുഗുൺ, യുവർ അറ്റൻഷൻ പ്ലീസ്. ഈ സന്തോഷ മുഹൂർത്തത്തിന് ആശംസകൾ നേരുന്നു എന്നും പറഞ്ഞ് അവിടെ നിന്നും ബിൽ ക്ലിന്റനെ പോലുള്ളവർ മാത്രം കഴിക്കുന്ന ഒരു സാധനം കൊടുത്തേച്ചിരിക്കുക. ഇത് പക്ക ഫോറിനാ. ഓർണോ വൈപ്പിനോ? ഇത് വൈപ്പിനാണ്. അമേരിക്ക ആയാലും വൈപ്പിനായാലും ഒന്ന് കുടിച്ചു നോക്ക്. അതെ, അതാ. അത് നീ കുടിച്ചോ പണ്ടാരം. അതെ, ഒറിജിനൽ ഞാൻ പറഞ്ഞില്ലേ? അമേരിക്ക തന്നെ. അയ്യോ, വെള്ളം ഒഴിച്ചു കുടിക്ക്, കൂമ്പ് പാടി പോവും. ഇങ്ങനെ ഒഴിച്ചേ. ഇവൻ കൊള്ളാം. എടോ രമണി, നിനക്കറിയോ ഇവൻ ഇതുവരെ നമ്മൾക്ക് വാടക വന്നിട്ടില്ല. പണ്ടാറം. ആ നിനക്കറിയോ, നമ്മളോട് പണം വാങ്ങിയാണ് ഭാര്യ കോമളത്തിന് ഇവൻ വാടക കൊടുക്കുന്നത്. അതുകൂടാതെ ഇവൻ പലിശയ്ക്കും വാങ്ങിയിട്ടുണ്ട്. ഒന്നും തിരിച്ചു തന്നിട്ടില്ല. 1ഉം 2ഉമല്ല, രൂപ 1 ലക്ഷം തരാനുണ്ട്. അല്ലേ സുഗുൺ? അതെ, അതെ. പിന്നൊരു കാര്യം, നമ്മുടെ ഭാര്യ കോമളം ഭദ്രകാളിയാണ്. അത് പിന്നെ എന്നോട് പറയേണ്ട കാര്യം. കാര്യം പറഞ്ഞ വീട്ടിൽ കേട്ടില്ല. അവൾ നമ്മളെ പപ്പടം ഉരുട്ടും പോലെ ഉരുട്ട് ഉരുട്ട്. ഇതാണ് ഇവിടെ പരിപാടി അല്ലേ? വാടക വാങ്ങിക്കാൻ വന്നിട്ട് കുടിച്ച കൂത്തറിയാ. ചേച്ചി, ഞങ്ങള് താനൊന്നും പറയണ്ട. ഒക്കെ ഞാൻ കേട്ടു. നിങ്ങളൊക്കെ മാന്യന്മാരാണെന്ന് കരുതിയാ ഇവിടെ ഞാൻ വീട് തന്നത്. അത് ദേ, സത്യത്തിൽ- ഈ മനുഷ്യനെ പറ്റിച്ച 1 ലക്ഷം രൂപ നാളെ എനിക്ക് കിട്ടണം. അല്ല, ഇത് കമ്മത്തല്ല, കോമളമാ പറയുന്നത്. ഇങ്ങോട്ട് പോ മനുഷ്യൻ. ചേച്ചി, ചേട്ടനൊന്ന് നോക്കിക്കോണേ. അല്പം ഓവറാ. നമ്മളോട് നിങ്ങൾ ക്ഷമിക്കണം കോമളം. അയ്യോ, പിടിക്കരുതേ, വിടൂ വിടൂ വിടൂ. അയ്യോ, നിർമ്മദേവാ. കമ്മത്തിന് ഇപ്പൊ പപ്പടം പോലെ പരത്തും. കമ്മത്തിന്റെ ഭാര്യ പുറത്തില്ല, രക്ഷപ്പെട്ടു. നിക്കവിടെ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ. എന്താ തിരിച്ചു നടന്നത്? ചേച്ചിയെ കണ്ടപ്പോഴാ ഓർത്തത്. വളരെ പാടുപെട്ട് ചേച്ചിക്ക് തരാനുള്ള തുക ഞങ്ങൾ സംഘടിപ്പിച്ചു. സത്യമാണോ? ചേച്ചിയുടെ അച്ഛനാണ് സത്യം, അല്ലേ ആനന്ദ? എന്നാ കാശിഞ്ഞെടുക്ക. മുഴുവനും പറഞ്ഞോട്ടെ. ആ. ഞങ്ങളുടെ കഷ്ടകാലം നോക്കണേ. പൈസയുള്ള ബാഗ് ഞങ്ങൾ ചായക്കടയിൽ മറന്നു വെച്ചു. അത് എടുത്തോണ്ട് വരാൻ തിരിയുമ്പോഴാ ചേച്ചി നിക്കാൻ പറഞ്ഞത്, ഇല്ലേ ആനന്ദ? ആ, പൈസ മാത്രമല്ല, ആ ബാഗിനകത്ത് ഇവൻ ചേച്ചിക്ക് തരാൻ വേണ്ടി ഒരു പെർഫ്യൂം കൂടി വാങ്ങി വെച്ചിരുന്നു. അതും ഫോറിനാ. അയ്യോ, ആണോ? മോനെ സുഗുണ, ഈ അടവൊന്നും കോമളത്തിന്റെ അടുത്ത് വേണ്ട. കാശില്ലാത്ത ആരെ ഈ പടി കയറ്റത്തില്ല. ചേച്ചി ഒരു 2 ദിവസം കൂടി സാവകാശം തന്നൂടെ? ഇല്ല, പറ്റത്തില്ല. ഇപ്പൊ തരണം. അല്ലെങ്കിലേ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് ഞാൻ വെളിയിൽ നോ എറിയും. മാഡം, അത് നടക്കില്ല. തരാനുള്ള ഫുൾ ക്യാഷ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നീ അറേഞ്ച് ചെയ്തു? ആ. ശ്ശോ, ഞാനും അറേഞ്ച് ചെയ്തു. ആണോ? നന്നായി. ചായക്കടയിൽ മറന്നു വെച്ച കാശ് ഏതെങ്കിലും പാവങ്ങൾ എടുത്തോട്ടെ. അത് പോട്ടെ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇന്ന് തിങ്കളാഴ്ച ബാങ്ക് അവധിയുള്ള ദിവസാ. അതുകൊണ്ട് നാളെ എടുക്കാം. ഞായറാഴ്ച അല്ലേ ബാങ്ക് അവധി? അതെ, എന്റെ ബാങ്ക് തിങ്കളാഴ്ചയാണ് അവധി, അല്ലേ സുഗുണ? അതെ, ആ ബാങ്കിന്റെ പേര് തന്നെ മൺഡേ ഹോളിഡേ ബാങ്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാ, അല്ലേ? അപ്പൊ പറഞ്ഞോ. നിക്ക് നിക്ക് നിക്ക്. ഈ വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട. കാശ് കൊണ്ടുവന്നിട്ട് വീട്ടിലേക്ക് അതെ, കയറിയാ മതി. ശരി. ഇങ്ങനെ വഴി തടഞ്ഞ് കാശ് വാങ്ങാനാണ് പരിപാടിയെങ്കിൽ വനിതാ കമ്മീഷനിൽ പരാതി കൊടുക്കും. പിന്നെ ഒരു വനിതാ കമ്മീഷൻ. സ്ത്രീകൾക്ക് പരാതി കൊടുക്കാനുള്ള ഓഫീസ്. ആണോ? ചേച്ചി, കാശ് നാളെ തരും പറഞ്ഞാൽ ഞാൻ തന്നിരിക്കും. യു ക്യാൻ ഗോ. ചേച്ചി, ഇവൻ വലിയ വാശിക്കാരനാ. ചിലപ്പോ നാളെ തന്നെ കാശ് തന്നു. ചിലപ്പോഴെന്ന് പറഞ്ഞ ഇത്രയും പറഞ്ഞിട്ട് വിശ്വാസം ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ വീട്ടിലേക്ക് മാറും. മാറിക്കഴിഞ്ഞാല് വാടക ഗോവിന്ദ. നിക്ക് നിക്ക് നിക്ക്. ഒരു ചാൻസ് കൂടെ തരാം. കാശ് നാളെ തന്നെ കിട്ടിയിരിക്കണം. സത്യമാണ് പറഞ്ഞത്. രമണിയേട്ടന് കാശ് കിട്ടിയോ? ഒരു 10 പൈസ പോക്കറ്റ് അടിച്ച പേഴ്സത്ത് കിട്ടിയില്ല. പിന്നെ എങ്ങനെ? അതൊക്കെ സമയമാകുമ്പോ വരൂടാ. സത്യമാണോ? നോ മണി ദാറ്റ് ഈസ് നോ മണി. ആനന്ദനാരാ? എന്തിനാണ് പണ്ടാറം? ഒരു കൊറിയർ ഉണ്ട്. കൊരിയറോ? അവൻ അവിടെ ഉണ്ട്.
കൊറിയർ ഉണ്ട്. ആർക്കാ കൊരിയർ? ആനന്ദനൊരു ആനന്ദ നിനക്കൊരു കൊറിയർ ഉണ്ട്. ആ വാങ്ങിച്ചോ? ഒപ്പിട്. ഇവിടെ പൊട്ടിക്കാൻ വരട്ടെ. ഇത് വല്ല ആന്ത്രാക്സ് പൗഡറോ ലെറ്റർ ബോംബോ ആണെങ്കിലോ? നീ പൊട്ടിക്ക. ഞാനില്ല. ഇത്രയും വലിയ കമ്മത്ത് മുതലാളി ഇവിടെ നിൽക്കുമ്പോ ഞാൻ പൊട്ടിക്കാതെ മുതലാളി പൊട്ടിച്ചാട്ടെ. ചേട്ടൻ പൊട്ടി. പൊട്ടിക്കും മുതലാളി. തിരുമൽ ദേവ ഭഗവാനെ നമ്മൾക്ക് കാക്കണേ. ആന്ത്രാക്സ്. 3 ലക്ഷം രൂപ. അറിയാതെ നിങ്ങൾക്ക് കരുതിയോ നമ്മൾ മണ്ടനാണെന്ന്? നോക്കട്ടെ. ദൈവമേ, 3 ലക്ഷം രൂപ, 3 lakhs. എന്തിനാടാ ഈ കള്ള ഡ്രാഫ്റ്റ് കാണിച്ച് ഈ കമ്മത്തിനെ പറ്റിക്കണേ? അറേ സബ്ബപ്പെട്ട കർത്തലോ കമ്മത്തിനറിയാത്ത ഡ്രാഫ്റ്റോ കൂടെ ഇത് എനിക്കുള്ളതല്ല, ആള് മാറി വന്നതാ. കമ്മത്തിനറിയാത്ത ഡ്രാഫ്റ്റോ? ഇത് ശരിക്കുള്ള ഡ്രാഫ്റ്റ് തന്നെയാ. എന്തിനാ വെറുതെ കമ്മത്തേട്ടനെ പറ്റിക്കുന്ന ആനന്ദ? ഇത് എവന് തന്നെ വന്ന ഡ്രാഫ്റ്റാ അല്ലേ രമണി? പിന്നെ ഇത് പ്രതീക്ഷിച്ച് ഇവൻ കഴിയാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി ഇല്ലേ? പിന്നെ ഈ ഡ്രാഫ്റ്റ് കളക്ഷനായി വരാൻ കുറച്ച് ദിവസം എടുക്കും. അത് പിന്നെ മിണ്ടായിരിക്കും. ഒരു കുഴപ്പമുണ്ട്. അക്കൗണ്ടിൽ കൂടിയേ ഇത് മാറ്റിയെടുക്കാൻ പറ്റൂ. ഇവനാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരിടത്തും ഒരു അക്കൗണ്ടും ഇല്ല. അതിനെന്താ എത്ര വിഷമിക്കാൻ? ഇവന്റെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കമ്മത്തേട്ടൻ കാശ് തരും. അതുപോലെ അരേ സുഗുണ, നീ നമ്മൾക്ക് അധികം പപ്പടം വറക്കണ്ട. അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യാം, DD മാറുകയും ചെയ്യാം. പക്ഷെ ഒരു കാര്യം, ഈ ഡ്രാഫ്റ്റ് മാറി വന്ന ഉടനെ നമ്മൾക്ക് തരാനുള്ള 1 ലക്ഷം രൂപ നിങ്ങൾ തരികയും 50,000 രൂപ അഡ്വാൻസ് ഞങ്ങൾ ഏറ്റു. നിങ്ങൾ ഏറ്റാൽ പോരാ. ഈ DD ഇവന്റേതാണ്. ആനന്ദനേക്കണം. ഏറ്റെന്ന് പറ. ഞാൻ ഏറ്റു. എന്തായി? എല്ലാം നമ്മുടെ വിധിയാണെന്ന് കരുതിയാ മതി. കമ്മത്ത് പറഞ്ഞിട്ടും ആനന്ദിന്റെ പേരില് അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തന്നില്ലേ? അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്ത് തന്നു. പിന്നെ എന്താ പ്രശ്നം? സുഗുണ, രമണി, ഈ കമ്മത്ത് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നരുത്. എല്ലാ തിരുമൽ ദേവന്റെ തീരുമാനം. ആ ഡ്രാഫ്റ്റ് ഈ ആനന്ദന്റെ പേരിൽ. ആനന്ദിന്റെ പേരിലുള്ള അല്ലെന്ന് പറഞ്ഞോ? ഇല്ല, ആനന്ദന്റെ പേരില് ആ മാനേജറെ അത് മാറ്റി തന്നു. ദേ പണം. എന്റെ കമ്മത്തിയേട്ടാ. ഉച്ചയായിട്ടും പോത്തുപോലെ കിടന്നുറങ്ങാ. ഒന്ന് എഴുന്നേക്കാൻ നോക്കിയേ. ആരാടാ പാതിരാത്രി ഡിസ്റ്റർബ് ചെയ്യണത്? മണി 10 അടിച്ചടാ. അടിക്കോടാ, അത് അവന്റെ കയ്യിലിരിപ്പ്. ശല്യം ചെയ്യല്ലേ, വേഗം ടിഫിൻ റെഡിയാക്കാൻ നോക്ക്. ടിഫിൻ തയ്യാറാക്കാനോ? ഞാനെന്താ ഇവിടുത്തെ വേലക്കാരനാ? ഞങ്ങളുടെ കാശ് കൊണ്ട് സൂഹിക്കുന്നതും പോലെ ടിഫിൻ ഉണ്ടാക്കി എത്ര മടിയോ? പോയി ടിഫിൻ ഉണ്ടാക്കടാ. എനിക്ക് മസാല ദോശ. എനിക്കും. എല്ലാരും കൂടി കിച്ചണിൽ വന്നാ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. നമ്മുടെ ഒരു വിധിയെ അനുഭവിക്കടാ. ആരോ വന്നിട്ടുണ്ടല്ലോ. അത് കമ്മത്തിന്റെ പപ്പടം വാങ്ങാൻ വന്ന ആരെങ്കിലും ആയിരിക്കും. എന്ന് നോക്കിട്ട് വരാം. താൻ പോയി നോക്ക്. എടാ, നീ വലിയ ഹീറോ കളിക്കണ്ട. ഇന്നലെ വെള്ളം അടിക്കാനും ശാപ്പാടടിക്കാനും ഒക്കെ വലിയ ഉത്സാഹമായിരുന്നല്ലോ. അതെ, ഉത്സാഹമായിരുന്നു. അത് എന്റെ പേരിൽ കിട്ടിയ കാശല്ലേ ചെലവാക്കിയത്. ഹോ, ഇത് വലിയ ശല്യമായല്ലോ. ഞാൻ തന്നെ പോയി നോക്കി. ഇങ്ങോട്ട് തിരിഞ്ഞെടുക്ക. എന്റെ അമ്മച്ചി. അയ്യോ, തിരിഞ്ഞു കിടന്നതാ. തെലുങ്ക് പടത്തിന്റെ ഷൂട്ടിങ്ങിന് വന്നാണോ? അപ്പോഴേ നമ്മൾ ആരാ? ഹു ആർ യു മാൻ? ഒന്നിനു പോണോ? ആനന്ദൻ, അനന്ത പത്മനാഭൻ. നിങ്ങൾക്ക് മുമ്പേ ഈ വീട്ടിലെ താമസക്കാരൻ. എന്റെ പേരിൽ ഒരു ഡ്രാഫ്റ്റ് ഇവിടെ വന്നിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞതാ വാങ്ങണ്ടെന്ന്. നിങ്ങളിൽ ആർ ആനന്ദൻ? ഇവനാ. ഇവനാണ്. ഇവനാ. ഓ, മിടുക്കൻ. ബാങ്കിൽ നിന്നും മാറ്റിയെടുത്ത അന്ത പണമില്ലേ, 3 ലക്ഷം രൂപ. അതെനിക്ക് വേണം. അത് പിന്നെ ഞങ്ങൾക്ക് വന്ന കാശാ. രമണി, നാട്ടിൽ ഫൈനാൻസ് വെട്ടിപ്പും നോട്ട് ഇരട്ടിപ്പും നടക്കുന്ന കൊച്ചു കള്ളൻ. പോക്കറ്റരം പറയരുത്. ഞാൻ ഫൈനാൻസ് കമ്പനിയുടെ മാനേജറാ. ഏത് ഫൈനാൻസ് കമ്പനിയുടെ? അത് പിന്നെ വേണ്ട. വേണ്ട. ആ, ജോലി കള്ളപ്പണിയാണെങ്കിലും കള്ളം പറയാൻ തനിക്ക് അറിയില്ല. അയ്യോ, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. ഞാൻ പോട്ടെ. സുഗുണൻ,
ഏത് ഓഫീസിലാ വർക്ക് ചെയ്യുന്നത്? സത്യ ലെതർ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. അതെ, ലെതറിന്റെ പേഴ്സ് അടിച്ചു മാറ്റുന്ന സിറ്റിയിലെ ഏറ്റവും വലിയ പോക്കറ്റടിക്കാരൻ. പണ്ട് കോഴി മോഷണവും ചായക്കട പണിയുമായിട്ട് നടന്ന സുഗുണൻ. നീ എന്റെ പകരക്കാരൻ. DD ഒപ്പിട്ട് വാങ്ങിയ ആനന്ദൻ എന്ന ആനന്ദ് കുട്ടൻ. ചക്കാല തിയേറ്റേഴ്സ് എന്ന നാടക കമ്പനിയിലെ പഴയ നാടകക്കാരൻ. സുഗുണന്റെ കെയർ ഓഫിൽ സിറ്റിയിലെത്തിയിരിക്കുന്നു. ജോലി ഒന്നും ആയില്ല അല്ലേ? ഇനിയിപ്പോ ഉടനെ ഒരു ജോലി ആവശ്യമില്ലല്ലോ. 3 ലക്ഷം രൂപ കയ്യിലിരിപ്പുണ്ടല്ലോ. കുറച്ചൊക്കെ ചെലവായി പോയി. ഒന്ന് സെക്കൻഡ്, നിങ്ങൾ ആ 3 ലക്ഷം രൂപ എടുത്ത് താങ്ക്സ്. പോട്ടെ. സർ എന്താ ഇത്? പോവാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒന്നുകിൽ എന്റെ 3 ലക്ഷം രൂപ തിരിച്ചു തരിക, അല്ലെങ്കിൽ നാം പറഞ്ഞ ജോലി ചെയ്യുക. ഓക്കെ? ജോലി ചെയ്യാം. ഒരു ചെറിയ ജോലി ചെയ്യുക. എനിക്ക് കിട്ടേണ്ട അഡ്വാൻസാ നിങ്ങൾ മാറ്റിയെടുത്തത്. കുഴപ്പമില്ല, ആ ജോലി നിങ്ങൾ തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി. ജോലി എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ല. ഇത് മിസ്റ്റർ ഗോവിന്ദൻ തമ്പി, കണ്ടോളൂ. കാറിലുണ്ടാ? ഫോട്ടോ കൊള്ളാം അല്ലേ? ആള് കൊള്ളാം. സിറ്റിയിലെ നമ്പർ 1 എക്സ്പോർട്ടർ. ഇയാളോ? ആ, ഇയാളെ 3 ദിവസത്തിനകം ചൂളം അടുപ്പിക്കാൻ പഠിപ്പിക്കും. കൊല്ലണം. കൊല്ലാനോ? അതിന് ഞങ്ങളെ കിട്ടില്ല. അപ്പൊ നിങ്ങൾ 3 എനിക്ക് കൊല്ലേണ്ടി വരും. ഒന്നിൽ എന്റെ പണം, അല്ലെങ്കിൽ ഗോവിന്ദ തമ്പിയുടെ ശവം. രണ്ടിലൊന്ന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ 3 പേരുടെ കുടുംബനെ കത്തിക്കും. നാസർ, എന്റെ കമ്മത്ത് കൂട്ടിട്ട് വാടാ. നമ്മൾക്കൊന്നും ചെയ്യരുത്, നമ്മൾ പാവമാണ്. അയ്യോ, നമുക്കൊന്നും ചെയ്യരുതപ്പേ. നമസ്കാരമുണ്ട്. എന്നാ വിശേഷം കമ്മത്തെ? അനന്തൻ സാറോ? എന്റെ പേരിൽ വന്ന DD മാറ്റിയെടുക്കാൻ കമ്മത്ത് ഒരുപാട് സഹായിച്ചുല്ലേ? തിരുമൽ ദേവനാണ് നമുക്ക് അറിയില്ലായിരുന്നു പണ്ടാരം. നിന്റെ പേരും അനന്തൻ, ഇവന്റെ പേരും അനന്തൻ. ഈ കശ്മലന്മാർ DD വരുന്നു നമുക്ക് മോഹ കൊടുത്തു. അങ്ങനെ നമ്മൾക്ക് അബദ്ധം പറ്റിയതാണ്. ഏയ് സാരമില്ല, ഞാൻ ആരാണെന്ന് കമ്മത്തി ഉമാർക്കൊന്ന് മനസ്സിലാക്കി കൊടുക്ക്. നിങ്ങൾക്കറിയോ പണ്ടാരം? ഇപ്പൊ വേണ്ട, സൗകര്യം പോലെ മതി. കമ്മത്ത് പൊയ്ക്കോളൂ. അല്ല, ഇവന്മാർ പൊയ്ക്കോളൂന്ന് പൊക്കോളൂ. അയ്യോ, എന്ത് തീരുമാനിച്ചോ? ജോലി ചെയ്യുന്നോ എന്റെ കാശ് തരുന്നോ? ഞങ്ങൾക്കൊന്ന് ആലോചിക്കാനുണ്ട്. ആലോചിച്ചോ 3 ദിവസം ആലോചിച്ചോ. പക്ഷേ ഉത്തരം പോസിറ്റീവ് ആർക്കണം. അയാള് വന്നു. ആര്? അനന്തൻ. അനന്തനാ? അയ്യോ, എനിക്ക് വേഗം രക്ഷപ്പെടാൻ നോക്കാം. എങ്ങോട്ട് രക്ഷപ്പെടാൻ? എന്തായാലും കള്ളം പറയാൻ പറ്റുമോ നോക്ക്. നീ എങ്ങോട്ടായി പോണേ? ഞാൻ അവനോട് പറഞ്ഞോളാം. കൂടെ 3-4 പേരും ഉണ്ട്. 3-4 പേരുണ്ടാ? അപ്പൊ ഇത്തിരി വേണ്ടി വരും. മഴവെള്ള സമ്പന്നൻ. എന്താ വേണ്ടേ? ഞങ്ങള് പിന്നെ അങ്ങോട്ട്. സാറെവിടെ? Well done, my boy. Well done, my boy. Mr. Anand Kuttan, you are very intelligent. நான் உங்ககிட்ட ஒப்படைச்ச இந்த ஜோலியை நீங்க ரொம்ப அழகா பண்ணிட்டா. 1 minute. பாராட்டுறப்பா. நான் நினைச்சேன் அப்புறம் இந்த கொலை ஒரு ஆக்சிடென்ட் டெத் ஆக்கி மாத்திய ஒரு சின்ன புத்தியே நான் பாராட்டுறப்பா. இந்த பாரு. നോക്ക്. ഹേ. അവിടെ വാഹനാപകടത്തിൽ വ്യവസായ പ്രമുഖൻ കൊല്ലപ്പെട്ടു. തിരുത്താൻ പോണ്ട. ബൈ ദ ബൈ, இந்த മാസ്റ്റർ പ്ലാൻ ആരുടേതാക്കും? അത് മിസ്റ്റർ അനന്തൻ. ഞങ്ങൾ വിചാരിച്ചാലും ഇവിടെ പലതും നടക്കുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ. എന്നാ ഇനി ഞങ്ങളെ വിട്ടൂടെ? നോ, നിങ്ങൾ ഏറ്റെടുത്ത ദൗത്യം മുടിച്ചതുക്ക് ரொம்ப നന്ദി. ഇനി പണം വല്ലതും വേണോ? ഒന്നും വേണ്ട, ഒന്ന് പോയി തന്നാ മതി. ലുക്ക് മിസ്റ്റർ അനന്തപത്മനാഭൻ, ഇങ്ങനെയുള്ള ചെറിയ ജോലികൾ എന്തെങ്കിലും വന്നാൽ ഞങ്ങളെ ഏൽപ്പിക്കാൻ മടിക്കണ്ട. ഗുഡ്, വെരി ഗുഡ്. എന്റെ അമ്മേ. ആർ യു സീരിയസ്? സീരിയസ്. എന്തൊക്കെയാ നീ പറയണേ? പ്ലീസ് ടെൽ മീ. ഇവൻ കാർത്തികേ, ഒരു ലോറി ഡ്രൈവർ. ഇവനെ കൊല പണം.
இந்த பொண்ணு கஸ்தூரி ஒரு பொருள் போലും ഏക്കാതെ ഇവളെ എനിക്ക് വേണം. ആണോ? ഏറ്റു എന്ത് തരും? അതുപോലെ തീരെ കുറവാ, ഇരട്ടി പണിയുണ്ട്, നല്ലപോലെ കൂട്ടി തരണം. പറ എത്ര വേണം? വേണ്ട, അതൊക്കെ ജോലി കഴിഞ്ഞിട്ട് മതി. പോരെ? മതി മതി. വിഷ് യു ഓൾ ദി ബെസ്റ്റ് മൈ ഫ്രണ്ട്സ്. നസർ വണ്ടിട. നസർ വണ്ടി എടുക്ക്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആരെയും തല്ലാനും കൊല്ലാനും ഞാനില്ല. ഞാൻ എന്റെ പാട്ടിന് പോവാ. അങ്ങനെ പോയാ ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ തീരുവോ? എടാ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയാണ് ഇതൊക്കെ ഏറ്റത്. അതുവരെ നീ കൂടെ നിങ്ങൾ നിൽക്കണം. എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ഒന്നും മനസ്സിലാക്കണ്ട. നമ്മൾ കളം മാറ്റി ചവിട്ടുന്നു. ചേച്ചിയുടെ കല്യാണം ഉറച്ചതോടെ എന്റെ പകുതി പ്രശ്നങ്ങളും തീർന്നു. ഇനി പ്രശ്നങ്ങൾ തുടങ്ങുന്നത് നീ കല്യാണം കഴിക്കുമ്പോഴായിരിക്കും. ആനന്ദ, എന്റെയും രമണിയുടെയും വിധി ഇതായിപ്പോയി. ഈ വലയത്തിൽ നിന്നും നീയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. കൈക്കൂലി കൊടുത്തെങ്കിലും നിനക്ക് ഞങ്ങളൊരു ജോലി സംഘടിപ്പിച്ചു തരും. എല്ലാം മംഗളമാണെങ്കിൽ ആദ്യം അനന്തൻ ഹിപ്പോപ്പൊട്ടാമസിന്റെ ഇത് രക്ഷപ്പെടണം. ഈ ചിങ്ങമാസത്തോടെ നമ്മുടെ ശനിദശ മാറുന്ന ആ കൈനോട്ടക്കാരൻ പറഞ്ഞത്. സകല ദൈവങ്ങളെ, ചിങ്ങത്തിൽ വല്ല പാമ്പുകടി ഏറ്റോ ഇടിവെട്ടേറ്റോ ആ ദുഷ്ടന്റെ വെടി തീരണേ. കൃഷ്ണ, ഗുരുവായൂരപ്പ, അടച്ചോനെ, കർത്താവേ, അനുഗ്രഹിക്കൂ. ഗുരുവായൂരം. ഗുഡ് മോർണിംഗ് എവരിബഡി. പാമ്പ് കടിക്കേണ്ടതോ ഇടി തലയിൽ വീഴേണ്ടതോ ആർക്കാ? അത് ആ കാർത്തികേയന് അല്ലേ? അതെ. വെരി ഗുഡ്. അപ്പോ പുതിയ സ്റ്റൈലിൽ അവരെ കൊല്ലാനാ നിങ്ങളുടെ പ്ലാൻ അല്ലേ? അതെ അല്ലേ രമണി? അതെ, ഊണിലും ഉറക്കത്തിലും കാർത്തികനെ കൊല്ലണം എന്നുള്ള ചിന്തയുള്ളൂ. ബാക്കി പറയടാ. പിന്നെ കസ്തൂരിയെ പിടിച്ചേരണോന്ന് അല്ലേ? അതെ അല്ലേ? ആ അതാണ് സിൻസിയാരിറ്റി. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. அந்த കാർത്തികേയനും കസ്തൂരി இந்த സിറ്റിയിൽ ഇരിക്കും. അപ്പൊ അവരെ ട്രേസ് ചെയ്യാൻ എളുപ്പമായില്ലേ? പിന്നെ ദേ എല്ലാവരോടുമായി പറയാം, ഈ അനന്തന്റെ വലയിൽ ഒരിക്കൽ പെട്ടാൽ നിങ്ങൾക്ക് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അറിയാം. റിമോട്ട് കൺട്രോളിലൂടെ നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സും ഞാൻ അറിയും. എന്തെങ്കിലും ഡേറ്റി ട്രിക്സ് കാണിച്ചാൽ നിങ്ങൾ 3 പേരുടെയും ശവം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയാത്ത വിധം ഈ കടപ്പുറത്ത് അടിയും. ഓക്കെ, കം ഓൺ.